ധ്യാൻ ശ്രീനിവാസൻ, താങ്കൾക്കിതെങ്ങനെ സാധിക്കുന്നു? ശരിക്കും ആ കപ്പൽ മുതലാളി റിലീസ് ചെയ്ത അതായിരിക്കും ഇതിലും നല്ലതെന്ന് തോന്നിപ്പോയി. ഓ, എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? ശരിക്കും മലയാള സിനിമയിൽ 2 കാറ്റഗറി വേണം. ഈ ആഴ്ച ഇന്നലത്തെ ഇറങ്ങിയ മച്ചാൻ്റെ മാലാക, അതുപോലെ തന്നെ ധ്യാൻ്റെ ഇറങ്ങുന്ന സിനിമകൾ, ഇതെല്ലാം വേറൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം. കാരണം മലയാള സിനിമ ഒരു സൈഡിൽ നിന്ന് വലിയ പേരുണ്ടാക്കുമ്പോൾ മറു സൈഡിൽ നിന്ന് ചീത്തപ്പേരായിട്ട് ഇങ്ങനത്തെ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ധ്യാൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമയാണ്. നമുക്കറിയാം ഇൻ്റർവ്യൂ സ്റ്റാർ, ഇൻ്റർവ്യൂ തഗ്, അതുപോലെ തന്നെ ഇന്നലെ തന്നെ പ്രസ് മീറ്റിൽ ഒരു ചെറുക്കനെയൊക്കെ എടുത്ത് എയറിലാക്കി എന്നൊക്കെ പറയുന്ന കേട്ടു. പുള്ളി ഇങ്ങനെ, നിനക്ക് എന്നെ അറിയാമോ, ഞാൻ ആരാണെന്ന് അറിയാമോ, എൻ്റെ സിനിമയുടെ ഇത് വെച്ചാണോ നീ എന്നെ വിലയിരുത്തുന്നത് എന്നൊക്കെ പുള്ളി കലിപ്പിച്ച് ചോദിച്ചു. അതല്ല, ഇന്നലെ അതിനിടയ്ക്ക് ധ്യാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലെന്ന്. ദ്രോഹം ചെയ്ത ആർക്കാ? സിനിമ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാമെന്ന ആൾക്കാരെടുത്താണ് ഇയാൾ ദ്രോഹം ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് ഞാൻ എൻ്റെ പണി നല്ലപോലെ ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഇത് കണ്ടിട്ട് സിനിമയോട്, സ്വന്തം ചെയ്യുന്ന തൊഴിലിനോട് ഒരു ശതമാനം ആത്മാർത്ഥതയുള്ള ആരും ഇങ്ങനെ ചെയ്യില്ല. ഇത് പുതിയ വന്ന ഒരാളല്ല, ഇത്ര വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. നെപ്പോട്ട് പ്രോഡക്റ്റാണ്. അച്ഛൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ അനിയൻ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ. അപ്പോൾ അവരുടെ എല്ലാം അത്രയും എക്സ്പോഷറുള്ള ഒരാളാണ് അയാൾ. ഇത് സത്യം പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയില്ലാതെ വെറുതെ എന്തിനോ വേണ്ടിയ ഒരു സിനിമ, അത്രയും ഒരു ഇതാണ് ആ സിനിമയ്ക്ക് ഇവർ നൽകിയിട്ടുള്ള സീരിയസ്നെസ്. അപ്പോൾ റിവ്യൂ പറയുന്നത് നമ്മളായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്? അപ്പോൾ പറഞ്ഞു വന്നത് ആപ് കൈസേ ഹോ. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ തുടങ്ങുന്നത് ഒരു ഫ്ലാറ്റിലെ വെള്ളമടി പാർട്ടി കൊണ്ടാണ്. അപ്പോൾ ഇന്നലത്തെ സിനിമയിലെ മെയിൻ ക്യാരക്ടർ വെള്ളമടിയാണ്. ഇപ്പോൾ ഈ ഡയറക്ടേഴ്സിന് അധികം തലപുകച്ച് ഒന്നും എഴുതേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വെള്ളമടിക്കുന്നു, വലിക്കുന്നു, അതങ്ങ് വിഷ്വലൈസ് ചെയ്താൽ മതിയല്ലോ. വെള്ളം അടിക്കുമ്പോൾ എക്സ്ട്രാ പറയണമെന്ന് അതല്ല, ധ്യാൻ ശ്രീനിവാസൻ ഫുൾ അടിക്കുന്ന ഡ്രൈ ആയിട്ടോ. എപ്പോഴും എന്ത് ഒരു കുപ്പിയൊക്കെ ഡ്രൈ അടിച്ചിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ നോർമലായിട്ട് അഭിനയിക്കുന്നത്. അത് അപ്പം പിന്നെ ഫ്രണ്ട്സ് എന്തായിരുന്നു അവൻ്റെ പേര്? ദിവ്യദർശൻ ആൻഡ് ജീവ. അപ്പൊ ജീവക്ക് ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, എൻ്റെ ഇരുന്നിരുന്ന് കാലങ്ങളായിട്ട് കിട്ടിയൊരു പടമാണ്, അതുകൊണ്ട് ഞാൻ അത് ആഘോഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിൽ 5-6 ഷർട്ടൊക്കെ ആയിട്ട് വന്ന് അതൊക്കെ വൈറലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പുള്ളി ഇതിൽ ആഘോഷിച്ചാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. കാരണം 10 രൂപയുടെ അഭിനയത്തിന് പുള്ളി 100 രൂപയുടെ അഭിനയമാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു ആക്ടറിനെ പറ്റിയുള്ള ഏറ്റവും ടഫ് കാര്യമാണ് വെള്ളം അടിച്ച പോലെ അഭിനയിക്കുക, അതിൻ്റെ കൂടെ ഫണ്ണായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ എങ്ങനെ അഭിനയിക്കരുത് എന്ന് പഠിക്കണമെങ്കിൽ ഈ സിനിമയിലെ വെള്ളമടിച്ച് ഇവർ ഓവറായിട്ട് അഭിനയിക്കുന്ന കാണണം. വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ എന്തൊരു വെറുപ്പിക്കലാണ്. ഫസ്റ്റ് സീൻ കാണുമ്പോൾ തന്നെ സിനിമയുടെ ഒരു നിലവാരം നമുക്ക് മനസ്സിലായി. വേറൊന്നും ഇതിൽ കാണിക്കാനില്ല, മേക്കിംഗ് കൊണ്ടോ ഒന്നും കാണിക്കാനില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് BGM ഇടുന്ന ആ പുള്ളി, മ്യൂസിക് ഡയറക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അയാൾ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോമഡിയുടെ ഇടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി. അങ്ങനെ യൂട്യൂബിലുള്ള നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് എടുത്തിട്ട് മ്യൂസിക് ഇട്ടാൽ നിങ്ങൾക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ ആവാം എന്ന് തെളിയിച്ച സിനിമയാണ് ആപ് കൈസേ ഹോ. സത്യത്തിൽ നിങ്ങൾ തന്നെ വിചാരിക്കണ്ടോ, നിനക്കൊക്കെ എന്താ പ്രാന്തോ? ഒരു ചാനലിൽ നീയൊക്കെ 3 കൂടി വന്ന് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു, അടുത്ത ചാനലിൽ വന്നൊരു കണ്ടെത്തി വന്നിന്ന് റിവ്യൂ പറയുന്നു. സത്യത്തിൽ റിവ്യൂ ഇടണ്ടേ? ഇതിൻ്റെ റിവ്യൂ ഇടണം, അങ്ങനെ പറയാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. എന്നാൽ അപ്പോൾ ബാക്കി നമുക്ക് പറയാം. അപ്പോൾ ഈ വെള്ളമടി ഗ്യാങ്ങിലേക്ക് ഇല്ല, അപ്പോൾ ധ്യാൻ്റെ ഇനി സ്പോയിലറാണ് കേട്ടോ. സിനിമ കാണാൻ പോകുന്നവർ ആ എക്സ്പീരിയൻസ് മറക്കണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇനി അടുത്ത കഥയുടെ സ്പോയിലർ പറഞ്ഞാണ്, കാരണം അങ്ങനെ ഇത് റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓർത്തെടുത്ത് ഇങ്ങനെ പറയട്ടെ. അപ്പം ഈ പാർട്ടി നടക്കുന്നത് വെച്ചാൽ നമ്മുടെ ധ്യാൻ്റെ ബാച്ചിലർ പാർട്ടിയാണ്, പുള്ളിക്ക് കല്യാണമാണ്. അപ്പം പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാവരും പറയാണ്, എന്നാൽ എന്തായാലും കല്യാണമൊക്കെ അല്ലേ, നമുക്ക് മറ്റേ കല്യാണത്തിന് മുമ്പിട്ട് റിഹേഴ്സൽ എന്ന പോലെ കുറച്ച് ഗേൾസിനെ കൊണ്ടുവന്ന് ധ്യാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാത്രി അവിടെ കുറച്ച് ഗേൾസിനെ കൊണ്ടുവരികയാണ്. അതിലൊരു നമ്മുടെ ബസന്തിയെ പോലെ ഹിന്ദി അറിയാവുന്ന മലയാളി പെൺകുട്ടികളുടെ ഓഡിഷനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെങ്കൊച്ച്, ഞാൻ നല്ലപോലെ ഹിന്ദി പറയും എന്ന് പറയുന്ന. അപ്പം ഇവരുടെ എല്ലാം നിലവാരത്തിനുള്ള കാസ്റ്റിംഗ് തന്നെയാണ് ഇവർ എടുത്തിട്ടുള്ളത്. ആരും ഈ സിനിമയുടെ നിലവാരത്തിന് മുകളിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള എന്നുള്ളത് ഈ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ഒരു മികവായിട്ട് ഞാൻ കാണുന്നു. ഇല്ല, ഫേസ്ബുക്കിൽ ഇരുന്ന് കുറ്റം പറയുന്ന പോലെ ഉണ്ട്.
യെസ്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് നിർത്തുന്നത് ഭയങ്കര എൻഗേജിങ്, അതുപോലെ തന്നെ ത്രില്ലർ എലമെൻസിലാണ്. അതിനകത്തൊരു പോലീസ് ക്യാരക്ടറോട് വരുന്നു, മറ്റാരുമല്ല അജു വർഗീസ് ആൻഡ് രമേശ് പിഷാരടി. രമേശ് പിഷാരടിയെ കാണുകയാണെങ്കിൽ ഒരു ഒരു 6-7 വർഷം മുമ്പ് എടുത്ത സിനിമയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ലുക്കാണ് രമേശ് പിഷാരടി. ഫുൾ ക്ലീൻ ഷേവൊക്കെ ചെയ്ത്, മറ്റേ നമ്മൾ 10ാം ക്ലാസ്സിലൊരു യൂണിഫോം വാങ്ങിച്ചിട്ട് +2 എത്തുമ്പോഴത്തേക്ക് ടൈറ്റായി വയറൊക്കെ ടൈറ്റ് അടിച്ചിരിക്കത്തില്ലേ, അതുപോലത്തെ ഒരു യൂണിഫോം. അജു വർഗീസിന് അതിന്റെ പോലും ആവശ്യമില്ല. പൈസ പൈസ പ്രൊഡ്യൂസർ ലാഭിച്ച് അജു വർഗീസ് യൂണിഫോം ഇടാതെയാണ്. ജസ്റ്റ് ഒരു ബന്യൻ മതിയടാ മക്കളെ എനിക്ക്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല. ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ മറ്റേ റൂമിൽ വെള്ളമടിക്കാൻ പാർട്ടിക്ക് ഒരു പെങ്കൊച്ചുങ്ങളെ കൊണ്ടുവന്നില്ലേ, അപ്പോൾ അതിലൊരു ഹിന്ദി പെങ്കൊച്ചിൻ്റെ കേസും പറഞ്ഞിട്ട് ഈ അജു വർഗീസും രമേശ് പിഷാരടിയും കൂടി 3 ലക്ഷം തരാൻ നിന്നെ ഈ കേസിൽ നിന്ന് പ്രതി ചേർക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ പാവം പൊട്ടനായിട്ട് അഭിനയിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടർ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വരികയാണ്. അച്ഛൻ റിയൽ ലൈഫ് ശ്രീനിവാസൻ തന്നെയാണ് അച്ഛനായിട്ട് വരുന്നത്, കൂടെ സൈജു കുറുപ്പുണ്ട്. അപ്പോൾ സിനിമയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ആ ഒരു ട്വിസ്റ്റ്, ഒരു ത്രില്ലർ മൊമെൻറ്റിലേക്ക് സിനിമ കടക്കുകയാണ്. പോലീസിലെ SI ക്യാരക്ടർ, ഇതൊന്നും അറിയാത്ത SI ക്യാരക്ടർ സുധീഷ് ഇങ്ങനെ എണീറ്റിരുന്നത്, സാർ ശ്രീനിവാസൻ നോക്കി സാർ എന്ന് പറഞ്ഞൊരു സല്യൂട്ട് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടിരുന്നൊരു വമല, ഇതാണ്ടാ പടം, സിനിമാറ്റിക് പീക്ക് സിനിമാറ്റിക് മൂമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഒന്നുമില്ല, ഈ ധ്യാൻ ശ്രീനിവാസൻ്റെ അച്ഛൻ ചീഫ് ജഡ്ജി ആ ടൈമിൽ BGM ഇട്ടില്ല. അത് ഞങ്ങൾക്ക് ഓഡിയൻസ് അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് നമ്മളിങ്ങനെ കൺസീവ് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അടുത്ത ട്വിസ്റ്റ് കൂടിരുന്ന സൈജു കുറുപ്പ്, സാറും DYSP. അപ്പോൾ ഈ സിനിമ എന്തിനെടുത്തു എന്ന് ധ്യാനോട് നാളെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ പറയാനുള്ള ഉത്തരമാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുന്നത്. ഒരു മൈനർ പെൺകുട്ടിയെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അതെല്ലാം സൈജു കുറുപ്പ് ഇങ്ങനെ നവരസം എക്സ്പ്രഷൻ ഇട്ടിട്ട് രമേശ് പിഷാരടിക്കും അജു വർഗീസിനും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഗൂഗിളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കത്തില്ലേ, വാട്ട് ടു ഡു അങ്ങനെ പ്രൊസീജിയേഴ്സ് എല്ലാം ഇങ്ങനെ ഒരു 10 മിനിറ്റോളം ഓഡിയൻസിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സിനിമ അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞ് ഡയറക്ടർ ബൈ എന്ന് എഴുതി കാണിക്കും. അപ്പോഴാണ് നമ്മുടെ മാർവൽ സിനിമകളിലൊക്കെ പോലെ ഇതിനൊരു ടെയിലൻ്റ് ഉണ്ടെന്ന് കൂടി അറിയുന്നത്. ടെയിലൻ്റ് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും അതാ ഒരു ക്യാമിയോ. അല്ല, പടം തീർന്ന തിയേറ്ററിൽ ലൈറ്റ് വിട്ട് ടെയിലെന്താന്ന് വിചാരിച്ച് ടെയിലിന്റെ തീരുന്നില്ല. അവിടെയാണ് ധ്യാൻ എന്നൊരു ബ്രില്യൻ ബിസിനസ്മാനെ നിങ്ങൾ കാണേണ്ടത്. ഫ്രീ ആയിട്ട് വീണയുടെ ഒരു ഇൻ്റർവ്യൂ, അതും 1 മില്യൺ വ്യൂസും, ഒന്നൊന്നുമല്ല 2-3 ഇൻ്റർവ്യൂ, ചുളുവിൽ ഫ്രീ പ്രൊമോഷൻ എല്ലാം കിട്ടി. അപ്പോൾ വീണയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വീണയാണ് ക്ലൈമാക്സ് ടെയിലെൻഡിൽ ഒരു പ്രധാനപ്പെട്ട ക്യാമിയോ റോളിൽ എത്തുന്നത്. വീണയുടെ കുറച്ച് ഫണ്ണോടെയാണ് ഈ സിനിമ ഒരു ഹാപ്പി എൻഡിങ്. നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു പരോളിനിറങ്ങിയ ഒരു ഫീൽ.